നമ്മൾ ഏകദേശം കറക്റ്റ് ബ്രിഡ്ജിൻ്റെ സെൻറ്ററിലാണുള്ളത്. താഴോട്ട് നോക്കുമ്പോൾ നല്ല പേടിയുണ്ട്, നന്നായിട്ട് ആടുന്നുണ്ട് ബ്രിഡ്ജ്. അപ്പോൾ താഴോട്ടൊന്നും നോക്കാണ്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നടക്കുക. ചൈനയിൽ ഒരുപാട് ഗ്ലാസ് ബ്രിഡ്ജുകളുണ്ട്, ഒരുപാട് പാർക്കുകളിലായിട്ടും അതല്ലാതെ ഓരോ പ്രൈവറ്റ് കമ്പനികളുടെ അണ്ടറിലൊക്കെ ആയിട്ട് ഒരുപാട് ഗ്ലാസ് ബ്രിഡ്ജുകളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് സന്ദർശിക്കാൻ പോകുന്നത്. ഏതാണ്ട് 10 ദിവസമായി ചൈനയിൽ. ഇതുവരെ ഒരൊറ്റ ദിവസം പോലും ചൈന കാണണമെന്ന ഉദ്ദേശത്തിൽ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ജോലി ആവശ്യാർത്ഥം വന്നതുകൊണ്ട് തന്നെ വീഡിയോ ഉണ്ടാക്കുന്നതിലും അത്ര കണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാൽ അവസാന ദിവസമായ ഇന്ന് എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് തൊട്ടടുത്തുള്ള എന്നാൽ പോകാൻ പറ്റുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സ്ഥലം തന്നെ സന്ദർശിക്കണമെന്ന വാശിയിൽ രാവിലെ 6 മണിക്ക് ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്ത് പുറത്തോട്ടിറങ്ങി. ചരിത്രപ്രസിദ്ധമായ പേൾ നദിയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരു കൊച്ചു ഗ്രാമം, അതായിരുന്നു ലക്ഷ്യം. ഗോണ്ടോങ് പ്രൊവിൻസിലെ വലിയ വലിയ നഗരങ്ങളും പുഴകളും കൊച്ചു മലനിരപ്പുകളൊക്കെ താണ്ടി ഫോഷോൺ എന്ന ഗ്രാമത്തിലോട്ട് കയറുകയാണ്. പ്രകൃതിയോട് വളരെയധികം ഇഴുകിച്ചേർന്ന ജനങ്ങളും അതുപോലെ തന്നെയുള്ള കെട്ടിടങ്ങളുമാണ് ഫോഷോൺ ഗ്രാമത്തിലെ പ്രത്യേകത. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൈനയിലെ ഫോഷോൺ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എക്കോളജിക്കൽ നാച്ചുറൽ പാർക്കിലാണ്. പേര് പറയുന്നത് പോലെ തന്നെ ഈ പാർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെയധികം നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന സന്ദർശകരുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന പാർക്കിംഗ് ഏരിയ പോലും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനിടയിൽ കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി അത്രത്തോളം ക്രമീകരിച്ച് വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്കാണ് ഈ ഫോഷോൺ എക്കോളജിക്കൽ പാർക്ക്. ഒരുപാട് പ്രത്യേകതകളും അത്രത്തോളം അട്രാക്ഷൻസ് ഒക്കെ ഉള്ള ഒരു പാർക്കാണിത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലോട്ടൊന്നും പോകുന്നില്ല. നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ചൈനയിലെ റിയൽ ഗ്ലാസ് ബ്രിഡ്ജ് എന്നാണ്. ഒരുപാട് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 900 കണ്ടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ്. ചില ആൾക്കാർ പറയുന്നു അത് ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ബാൽക്കണി എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് തള്ളുന്നില്ലേ, അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കണക്കൂട്ടാൻ പറ്റുമോ? ഈ ചില വീടിന്റെ ഒക്കെ റൂഫ് ഇടുന്നില്ല, ഗ്ലാസ് റൂഫ്, അത്രേ പറയാൻ പറ്റും. ഒരു ബാൽക്കണി ഏകദേശം ഒരു 15 മീറ്റർ നമുക്ക് നടക്കാം. അവിടെ ഇങ്ങോട്ടേക്ക് ഒരു 15 മീറ്റർ നടന്നിട്ട് വരാമല്ല, അത് ബ്രിഡ്ജ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിയൽ ചൈനയിലെ ഗ്ലാസ് ബ്രിഡ്ജാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അവിടെ ദൂരത്തായിട്ട്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഇപ്പോൾ മനസ്സിലായിടത്തോളം നമ്മൾ ഇത് ഏറ്റവും വലിയ ബ്രിഡ്ജൊന്നുമല്ല, ചൈനയിലെ എനിക്ക് തോന്നുന്നു ഗോണ്ടോങ് പ്രൊവിൻസിലെ ഒരു ബ്രിഡ്ജ് മാത്രമാണ്. ഇതിനേക്കാൾ എത്രയോ 3 മടങ്ങ് 4 മടങ്ങ് വലുപ്പമുള്ള വേറെ ബ്രിഡ്ജുകൾ, ഗ്ലാസ് ബ്രിഡ്ജുകൾ വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്താണ്, കയറാൻ പോവാണ്. ഏകദേശം 300 മീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആൾക്കാരൊക്കെ കരച്ചിലൊക്കെ ഉണ്ട്, സെൻറ്ററിൽ നിന്നൊക്കെ നല്ല ആട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്, റോപ്പായതുകൊണ്ട്. എന്തായാലും നമ്മൾ കയറി നോക്കാം. ഫോഷാൻ ഗ്രാമത്തിലെ യങ്ജൻ എക്കോളജിക്കൽ പാർക്കിലെ 2 കുന്നുകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് ഏതാണ്ട് 400 മീറ്റർ ദൂരമുണ്ട്. 3.5 മീറ്റർ വീതിയും ഗ്രൗണ്ടിൽ നിന്ന് 100 മീറ്റർ ഉയരത്തിലും റോപ്പ് ഉപയോഗിച്ച് ഇടയിൽ തൂണുകളില്ലാതെയാണ് പാലത്തിന്റെ നിർമ്മാണം. രാവിലെ 9 മണി മുതൽ 5 മണി വരെ പാർക്കിൽ പ്രവേശിക്കുന്ന ഏതൊരു സന്ദർശകനും എത്ര സമയം വേണമെങ്കിലും പാലത്തിൽ ചെലവഴിക്കുന്നതിന് പ്രത്യേക സമയപരിധിയില്ല. എന്നാൽ വൺ വേ ആയി ഒരു ഭാഗത്തേക്ക് മാത്രമേ സന്ദർശകരെ അനുവദിക്കുകയുള്ളൂ. തിരിച്ചു വരുന്നവർക്കായി പ്രത്യേക റോപ്പ് വേയും പ്രകൃതി രമണീയമായ നടപ്പാതകളും ഒരുക്കിയിട്ടുണ്ട്.
നമ്മൾ ഏകദേശം കറക്റ്റ് ബ്രിഡ്ജിൻ്റെ സെൻറ്ററിലാണുള്ളത്. താഴോട്ട് നോക്കുമ്പോൾ നല്ല പേടിയുണ്ട്, നന്നായിട്ട് ആടുന്നുണ്ട് ബ്രിഡ്ജ്. അപ്പോൾ താഴോട്ടൊന്നും നോക്കാണ്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നടക്കുക. ചൈനീസ് യുവൻ കൊടുത്ത് പാർക്കിൽ പ്രവേശിക്കുന്ന ഏതൊരു സന്ദർശകനും മറ്റു റൈഡുകളിൽ എന്ന പോലെ തന്നെ പാലത്തിലും പ്രത്യേകം ഫീസ് ആവശ്യമില്ല. നമ്മൾ ഏകദേശം ബ്രിഡ്ജിൻ്റെ അവസാന ഭാഗത്തോട്ട് എത്തി. താഴോട്ട് നോക്കാത്തതുകൊണ്ട് ഇവിടം വരെ എത്തി. താഴെ നോക്കിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ പകുതിയും തിരിച്ചു പോയേനെ.